നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു ഉഗ്രൻ ടീം നമ്മളെ കാണാനും നമ്മുടെ കുടുംബത്തെ എപ്പിസോഡ് ആസ്വദിക്കാനും വന്നിട്ടുണ്ട്. സ്നേഹാലയം, അവിടുത്തെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ഐറ്റം വേറയിലേക്ക്. ഇനി കാര്യക്കാരെ വിളിക്കാം. ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് അവരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം നസീർക്ക, കലാഭവൻ പ്രചോദേട്ടൻ ആൻഡ് മിയ. രണ്ടുപേർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു സോ മച്ച്. ചേട്ടാ, കുറെ നാളായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയാം. പറയൂ, മനസ്സ് തുറക്കും. അല്ല, ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഷോ കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. ഞാൻ കാണും. ആ എപ്പിസോഡ് കാണുമ്പോഴൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ അർജുനെ വിളിച്ച് പറയും, അർജുനെ ഈ സ്കിറ്റ് നന്നായിരുന്നു, ആ സ്കിറ്റ് നന്നായിരുന്നു എന്ന് പറയും. ആദ്യമൊക്കെ എടുത്തു പറയേണ്ട സ്കിറ്റുകളുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം വന്നപ്പോൾ എല്ലാ സ്കിറ്റും നല്ല. അപ്പൊ പിന്നെ ഞാൻ അർജുന്റെ പിന്നെ വോയിസ് മെസ്സേജ്, അർജുൻ എല്ലാ സ്കിറ്റും അടിപൊളിയായിരുന്നു. എന്നൊക്കെ ഉണ്ട് വിശേഷം? എന്നാ ഉണ്ട്? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഈ ഷോയിന്റെ എപ്പിസോഡ്സ് ഒക്കെ ചേട്ടൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ? കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ കേട്ടു. ചുമ്മാ പറയാം. അല്ല കാര്യമായിട്ട് പറയുക. ഈ ഫീൽഡിലുള്ള ഒന്ന് രണ്ട് കോമഡി ആർട്ടിസ്റ്റുകൾ തന്നെ പറയുമായിരുന്നു, ഫ്ലവേഴ്സിൽ പുതിയ ഷോ കൊള്ളാം കേട്ടോ, നല്ല കോമഡിയൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സംഭവങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്റെ അടുത്തിരുന്നോണ്ടാ ഇത് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ഷോ ആണ്, കാരണം ആ സമയത്ത് കോമഡി വേറെ ഒന്നും ഷോ ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ ചോദിച്ചു ഇത് ഏതാ ഷോ, എന്താ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഫ്ലവേഴ്സിൽ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ ഷോനെ കുറിച്ച് പുറത്ത് ഓൾറെഡി നല്ല അഭിപ്രായം വന്നു, സംസാരം നടക്കുന്നുണ്ട്, ആളുകളുടെ അറ്റൻഷൻ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആ ഗുഡ് ന്യൂസ് ആയിട്ടാണ് മീയും പ്രചോദേട്ടനും വന്നത്. അതെ, ചെറിയ തമാശയിൽ അല്ലെങ്കിൽ തമാശ ഒരുപാട് കേൾക്കാനും ആഗ്രഹിക്കാനും ചിരിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. നമ്മൾ എല്ലാവരും ഇവർ ഈ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ഇരുന്ന് അറിഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. ഇത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, അറിഞ്ഞു വന്ന കാര്യം സത്യമാണോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പം വൺസ് അഗൈൻ ഇവർക്ക് 3 പേർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരു ഉഗ്രൻ ഒരു ഐറ്റം ടീമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പം നമ്മുടെ ഈ വേദിയിൽ ഇവർ പെർഫോം ചെയ്യുന്ന കാണാൻ പോകുന്നത്. പരിപാടി തുടങ്ങിയ പിന്നെ ഒരു ഡയലോഗിൽ തന്നെ 3-4 കൗണ്ടർ അടിക്കുന്ന ടീമാണ് വരാൻ പോകുന്നത്. ഇറക്കട്ടെ നസീർക്ക, പിള്ളേർ ചിരിക്കട്ടെ അല്ലേ? വന്ന സ്ഥിതിക്ക് നമുക്ക് ചിരിപ്പിച്ചു വിടാം. അടിച്ചു കയറി വാ. വരാൻ പോകുന്ന ടീം എന്ന് പറഞ്ഞാൽ സൂര്യശ്രീ, അജയ് ചേട്ടൻ ആൻഡ് മനോജ്. Sandana mera vaga puturko pu parika pogila mo vimena te pakilamo. ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, ഇവനെ കടവുകൾക്ക് 10-10 ടില്ലും മീനാറ്റി. ഓ, തുടക്കം ഒരു ആവേശം കിട്ടട്ടെന്ന് വിചാരിച്ച് ചെയ്തതാ. ആവേശം കിട്ടി, പക്ഷെ ചായ കിട്ടിയില്ല. അത്ര എലിമിനേറ്റായിരുന്നു. എന്തോ പരിപാടിയായി കാണിക്കുന്നേ? അത് ചാടി ചാവാൻ നോക്കുവാ ഞാൻ. ചേട്ടന്റെ കാര്യമല്ല ചേട്ടാ, ഇതൊരു ഗവൺമെന്റ് ആശുപത്രി അല്ലേ? എന്താ അനാസ്ഥയാണ് ഇവർ ഈ രോഗികളുടെ കാര്യത്തിൽ കാണിക്കുന്നത്? എന്താ കാണിച്ചടാ? ചേട്ടൻ അറിയാലോ, ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ട് ഒരാഴ്ചയായിട്ട് ഇവിടെ അഡ്മിറ്റ് ആണ്. അതെനിക്കറിയാം. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി. ഇവർ തക്ക സമയത്ത് ഓരോരോ കാര്യങ്ങൾ പറയും. നമ്മൾ എവിടെ ചെന്ന് സംഘടിപ്പിക്കാനാണെന്ന്. എന്തുവാടാ? ഇപ്പൊ തന്നെ ഞാൻ സ്റ്റുഡിയോ ബുക്ക് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, പ്രൊഫസർ അലിയാർ സാറിനെ വിളിച്ച് ബുക്ക് ചെയ്യണം. എടാ, നിന്റെ അപ്പൂപ്പൻ ആശുപത്രി കിടക്കുന്ന പ്രൊഫസർ അലിയാർ സാറിനെ എന്തിനാണ് വിളിക്കുന്നത്? അപ്പൂപ്പന് രാത്രി ഉറക്കമില്ലല്ലോ. ഇപ്പൊ ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പറയുവാ, ഒരു നരേഷൻ കൊടുത്താൽ മതി, അപ്പൂപ്പൻ ഉറങ്ങിക്കോളൂ. ഈ ചവിട്ടി തറയിട്ടവനെ നരേഷനല്ല സടേഷൻ കൊടുക്കണമെന്ന്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഇതൊക്കെ ചേട്ടൻ എങ്ങനെ അറിയാം? എടാ, 10-25 കൊല്ലമായി ഞാൻ ഇതിന്റെ മുന്നിൽ ഈ കട നടത്തുന്നു. ഇതിനകത്ത് എന്താ കാര്യം എനിക്കറിയാം. ഇതിനകത്തുള്ളത് എനിക്കും അറിയാം, മഞ്ഞക്കരും വെള്ളക്കരും അല്ലേ? അതല്ലെന്ന്, ഈ ആശുപത്രി നടക്കുന്ന സംഭവം എന്താന്ന് എനിക്കറിയാവുന്ന. അങ്ങനെയാണോ പറഞ്ഞത്? അപ്പൊ ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ കട നടത്തണോ? ഞാൻ 10-20 കൊല്ലം. അതിന് മുമ്പ് ഞങ്ങളുടെ അച്ഛനായിരുന്നു. അച്ഛൻ എന്ത് ഇപ്പൊ? ഒരു ചായ അടിച്ചതിന്റെ പേര് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനെ ഇറക്കി വിട്ടു. എന്തൊരു ദുഷ്ടയായ സ്ത്രീയാണോ അത്? ഒരു ചായ അടിച്ചെന്നും പറഞ്ഞൊരു പാമ്പടിച്ച മനുഷ്യനെ ഇറക്കിടുക എന്ന് പറഞ്ഞ കഷ്ടമല്ലയോ? അച്ഛൻ കട്ടൻ ചായ ആണോ അടിച്ച, പാൽ ചായ ആണോ അടിച്ചത്? കട്ടൻ ചായ അല്ല, പാൽ ചായ അല്ല. അപ്പുറത്തെ വീട്ടിലെ രമണീയയുടെ ഇളയ ചെറുക്കനെ ഞങ്ങളുടെ അച്ഛന്റെ ചായ അടിച്ചെന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനെ ഇറക്കി വിട്ടത്. അപ്പൊ അച്ഛന്റെ കള്ളച്ചായ. എനിക്ക് ഒരു കടുങ്കാപ്പിതാ. അപ്പൂപ്പനെ എന്താ പറ്റിയടാ? ഓ, അപ്പൂപ്പനെ ഒന്ന് തുമ്മിയതാ, തലയങ്ങ് പൊട്ടി. തുമ്മിപ്പോ തല പൊട്ടാ? നിന്റെ അപ്പൂപ്പന്റെ തല പ്ലാസ്റ്റിക് തലയായിരുന്നു. അതല്ലെന്ന്, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തെ ഇതുപോലെ ഒരു തൂണ് നിപ്പുണ്ടായിരുന്നേ. അപ്പൊ അപ്പുറത്തെ ചേച്ചി അവിടെ നിന്ന് മുറ്റം അടിക്കുമായിരുന്നു. അപ്പൂപ്പൻ ഇതേ കെട്ടിപ്പിടിച്ചോണ്ട് നിന്ന് മുറ്റം അടിക്കുന്ന കണ്ട് സുഖിച്ചതാ. ഒറ്റ തുമ്പ് ഉച്ച അങ്ങ് പൊളന്നു.
ഇപ്പൊ എങ്ങനെ ഉണ്ടാ ഇപ്പൊ അപ്പൂപ്പന്റെ നെറ്റിക്ക് കുത്തിക്കെട്ടി വെച്ചേക്കുന്ന കണ്ടാൽ പഴുതാര ടാറ്റു അടിച്ചു വെച്ചേക്കുന്ന പോലെ. അപ്പൂപ്പന് ഭേദമായോ? ഇല്ല, ചത്തു കഴിഞ്ഞാലേ പ്രേതമാകത്തുള്ളൂ. ഭേദമൊന്നല്ല, അപ്പൂപ്പൻ ഇപ്പൊ ഭേദമായോന്ന്. എങ്ങനെ ഭേദമാകും? ഇവിടെ കൊണ്ടുവന്ന് കയറ്റി ചികിത്സയൊക്കെ നടത്തി എല്ലാ ടെസ്റ്റും നടത്തിയപ്പോഴേ അപ്പൂപ്പന്റെ ഉള്ളിൽ ഇല്ലാത്തതൊന്നുമില്ല. പഞ്ചാരയുണ്ട്, മുളകുണ്ട്, കൊഴുപ്പുണ്ട്, എണ്ണയുണ്ട്, ഉപ്പുണ്ട്, മല്ലിയുടെ കിട്ടിയാലും സൂപ്പറായിരുന്നു. അതിന്റെ അപ്പൂപ്പൻ എന്നാ പലചരക്ക് കടയാണോ? ഗ്ലാസ് 12 രൂപ. അയ്യോ, പൈസ ഇല്ല. പൈസ എന്താ കൂച്ചുണ്ടായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. എന്താ പറഞ്ഞു? ഒരു കടം കാപ്പി തരാൻ. നിന്നെ ആള് കൊള്ളാലടാ നീ. എല്ലാരും പറയുന്നുണ്ട് എന്നെ കാണാൻ നല്ലതാണ്. നിന്നെ കാണാൻ നല്ലതല്ല പറഞ്ഞത്. നിന്റെ വീട് എവിടെയാടാ? എന്റെ വീട് എലന്തൂർ ചന്തയില്ലേ ചേട്ടാ. ആ ചന്തയുടെ വടക്കേ അറ്റത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിനകത്തോട് അങ്ങോട്ട് കയറിയാൽ മതി. എന്നിട്ട് വേണം കറണ്ടടിച്ച് ആവാൻ. ട്രാൻസ്ഫോമറിനകത്തോട് വലിഞ്ഞു കയറാനല്ല പറഞ്ഞേ. ട്രാൻസ്ഫോമറിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതുവഴി പോകുമ്പോ ഒരു മുളങ്കാട് നിൽപ്പുണ്ട്. അറിയാം. ആ മുളങ്കാടിനകത്തോട് നോക്കിയാൽ ഞാൻ താമസിക്കുന്നിടം കാണാം. നീ ഉപ്പന്റെ കൂട്ടിലാണോ താമസിക്കുന്നത്? ആ മുളങ്കാടിനകത്തോട് നോക്കിയാൽ ഞങ്ങളുടെ വീട് കാണാമെന്ന്. മുളങ്കാടിന്റെ സൈഡിൽ കൂടെ നോക്കിയാലോ? മുളങ്കാട് സൈഡിൽ നോക്കല്ലേ, മുളഞ്ചില്ല കണ്ടിക്കൊള്ളു. അവിടെ ഒരു അമ്പഴമൊക്കെ നിൽക്കുന്ന ഒരു വീടില്ലയോ? നമ്മുടെ തോമസ് സാറിന്റെ വീട്. തോമസാറിന്റെ വീട് വലിയ വലിയ മരവാ. ഞാനാ പണ്ട് ഞങ്ങളവിടെ താമസിച്ച എന്റെ കുഞ്ഞിലെ ഞാനെന്നാ അമ്പഴമരത്തെ കയറുമായിരുന്നു. ഒരു ദിവസം മഴ തീ അമ്പഴമരത്തെ കയറിയിട്ടെ ഞാനങ്ങ് തറ വീണടാ. ഞാനങ്ങനെ മുട്ട പൊട്ടി. അന്നോ? അന്ന് പൊട്ടിയ മുട്ട? മുട്ട പൊട്ടിയത് ഇപ്പോഴും കണ്ടോ മുട്ട പൊട്ടി. എന്തിനാ മുട്ട പൊട്ടിച്ചത്? നീ ഇട്ട മുട്ട എത്ര കരയാൻ വേണ്ടി എന്റെ കടയിൽ പൊട്ടിയത്. ഞാൻ ഓംലെറ്റിന്റെ കാര്യം മറന്നിരിക്കുവായിരുന്നു. പച്ചമുട്ടയുടെ മണം അടിച്ചപ്പോ ഓംലെറ്റ് തിന്നാൻ കൊതി. നിനക്ക് ഓംലെറ്റ് വേണോ? പൈസ ഇല്ല. നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പച്ചമുട്ടയ്ക്കും കൊതി കിട്ടും. എടുക്ക പെട്ടെന്ന് എടുക്ക്. എടാ, 1 സൈഡ് വേണോ 2 സൈഡ് വേണോ? അല്ല, ഈ 1 സൈഡും 2 സൈഡും തമ്മിലുള്ള വ്യത്യാസം എന്തോ ചേട്ടാ? 2 സൈഡ് കഴിച്ചാൽ രാവിലെ പോകും, 1 സൈഡ് കഴിച്ചാൽ അവിടെ കിടക്കും. അവിടെ കിടക്കും. പിന്നെ ഉള്ളി കൂട്ടി മുളക് കുനുകുനാന്നരിഞ്ഞ് ഉപ്പ് വീശിയെടുത്ത് വെളിച്ചെണ്ണ പാറിച്ചൊഴിച്ച് തിരിച്ചിടാ തുറന്നു എടുത്തേ. 25 കുടുംബം തരും 25,000 നീ പഠിച്ചിട്ട് ഇറങ്ങിയാണോ നീ? പൊടി ഇടണേ. ഇത്രയും പൊടി അടിച്ച് കയറുന്ന പറയാം. നീ പൊടി വാരി ഇടണം. കുരുമുളക് പൊടി ഇടണമെന്ന്. കുരുമുളക് പൊടി ഇല്ലാതെ തിന്നാ മതി. കുരുമുളക് പൊടി ഇല്ലാതെ എങ്ങനെ ഓംലേറ്റ് തിന്നും? എന്റെ മുമ്പിൽ അങ്ങനെ കൊടുത്ത് എടുത്തെറിയും ഞാൻ. ഓസ് കൊണ്ടൊക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ അവന്റെ പെണ്ണുമ്പോളോട് സംസാരിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നു. അയ്യോ ചേട്ടാ, ഞാൻ എനിക്ക് കൊടുക്കും. എനിക്ക് കൊടുത്ത എലി പൈസ തരും. എലി പൈസ തരും. നെറ്റ് വിട്ടല്ലേ എലി പൈസ തരും. പിന്നെ സോറി ചേട്ടാ, ഞാൻ അറിയാതെ ചൂടായി പോയതാ. കാരണം അപ്പൂപ്പന്റെ സ്വഭാവം, അപ്പൂപ്പന് ഇതുപോലെ ഭയങ്കര ചൂടാണ്. അതിന്റെ വീട്ടിൽ എന്നോട് കാണിക്കട്ടെ. ഇപ്പൊ അകത്ത് കിടന്ന് ഡോക്ടറോട് ചൂടാവുക, നേഴ്സിനോട് ചൂടാവുക, ലോകത്തുള്ള എല്ലാ ആൾക്കാരോടും ചൂടാവുക. എന്നിട്ട് ഇപ്പൊ ഐസിനകത്ത് കയറ്റിയേക്കുവാ. അത്രയ്ക്ക് സീരിയസ് ആണോ? അല്ല, ചൂടായിട്ട് നിൽക്കല്ലോ, ഒന്ന് തണുക്കാൻ കയറ്റിയതാ. അങ്ങനെ ബഹളം ഉണ്ടാക്കുവാണെങ്കിലേ കൈയും കാലും പിടിച്ച കട്ടിലെ കെട്ടി കിടണം. അയ്യോ, അങ്ങനെ മിനിഞ്ഞാന്ന് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കൈയും കാലും 4 സൈഡിലോട്ട് പിടിച്ചങ്ങ് കെട്ടി കട്ടിലിന്റെ ഇങ്ങനെ കിടക്കുക. ഇത് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കും, ആരാടാ ബെഡെ കൊണ്ട് ഹെലിക്കാൻ വിട്ടേക്കുന്നത്? ഒരു 94 വയസ്സായിട്ടുണ്ട്. കുഴപ്പമില്ല, 2 ദിവസമായിട്ട് മേളോട്ടാക്കും. അങ്ങനെ ഞാൻ എന്റെ ഹെലിക്കാമിനെ ഞാൻ പറത്ത് വിടത്തില്ല. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്റെ കൈക്കുമ്പിളിലാണ് ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ട് നടക്കുന്നത്. എന്റെ അപ്പൂപ്പൻ മാനത്താങ്കണ്ണിയാണ്. എനിക്ക് അതുപോലെ ഇഷ്ടമാണ് എന്റെ അപ്പൂപ്പൻ. നിന്റെ അപ്പൂപ്പനെ നിനക്ക് ഇഷ്ടം. എടാ, എന്റെ അപ്പൂപ്പൻ എന്റെ മടിയിലാ മരിച്ചത്. ഓ, ഭാഗ്യം ചെയ്ത അപ്പൂപ്പനും കൊച്ചുമോനും കേട്ടോ. അല്ല, മടിയിലൊക്കെ കിടന്ന് മരിക്കണമെന്ന് വെച്ചാലേ. എന്റെ മടി കിടന്ന് മരിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ അപ്പൂപ്പൻ വയ്യാതായി കിടന്നപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് പറയണം, നീ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാൻ. എനിക്ക് അങ്ങനെ പോകാനുള്ള മടി കാരണം അപ്പൂപ്പൻ വീട്ടിൽ കിടന്ന് മരിച്ചത്. അങ്ങനെ എന്റെ മടിയിൽ അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പനെ കൊലക്കി കൊടുത്തിട്ട് അവന് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഉണ്ട്. ആറ്റിറ്റ്യൂഡ്, നിന്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഒരു ബണ്ണൂടെ തരണേ. അതിന് മണ്ണെന്തിനാ? ബണ്ണ് അപ്പൂപ്പന് കൊടുക്കാനേ. അപ്പൂന് കൊടുക്കല് ശ്വാസം മുട്ടിച്ചാവും. അയ്യോ, തിന്നാനല്ല. നാളെ അപ്പൂപ്പനെ ഷേവ് ചെയ്യാൻ ആൾക്കാർ വരും. അപ്പൊ കവിളിനകത്ത് കുത്തി കയറ്റി വെച്ചൊന്ന് ടെമ്പർ ആക്കി കൊടുക്കാനാ, വടിക്കാൻ എളുപ്പമാണ്. ഏത് ഡോക്ടറെ കാണിക്കുന്നേ? ഫിസിഷ്യൻ. ഓ, നാക്കെന്ന് വളർന്നു ഇപ്പൊ വിസിൽ കേട്ടേനെ. ചേട്ടാ, ഈ ആശുപത്രിയിലെ ഈ കൂട്ടിരിപ്പുകാരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാകും. എന്നാലും വയ്യാതെ കിടക്കുന്നവരുടെ കാര്യം കട്ടമാണെന്ന് പറയത്തില്ല. ചേട്ടാ, ഇവിടെ കിടക്കാൻ സ്ഥലമില്ലെന്ന്. നീ അപ്പൂപ്പിന്റെ കൂടെ കയറി കിടക്കണം എന്ന് വെച്ചാൽ എന്റെ മണവാട്ടിയല്ലേ അപ്പൂപ്പ. ഞാൻ അപ്പൂപ്പിന്റെ കൂടെ കയറി കിടന്നാ പോരെ? അപ്പൂപ്പിനൂടെ കിടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൂപ്പ് ഉറക്കത്തിൽ കൂർക്കം വലിക്കും. ഉറക്കത്തിൽ വടം വരിക്കാൻ പറ്റുമോ? അതല്ലെന്ന്. അപ്പൂപ്പ് ഭയങ്കര ശല്യമാണ്. ഞാൻ ആ വരാന്തലൊക്കെയാ കിടക്കുന്നത്. ഈ വരാന്ത കിടക്കുമ്പോ കൊതുകിന്റെ ശല്യം ഇല്ലയോടോ? കൊതുകിന്റെ ശല്യം എങ്ങനെ സഹിക്കാം? സർക്കാർ ആശുപത്രിയിലെ ലോട്ടറിക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ. നീ അങ്ങനെ ലോട്ടറിക്കാരെ കുറ്റം പറയണ്ട. ലോട്ടറി അടിച്ചിട്ടാ ഞാൻ ഈ കട തുടങ്ങിയത്. അയ്യേ, ഈ കടയാണോ നിങ്ങൾ ലോട്ടറി അടിച്ചിട്ട് തുടങ്ങിയത്? 1000 രൂപ ലോട്ടറി അടിച്ചിട്ട് പിന്നെ ഞാൻ 5 സ്റ്റാർ ഹോട്ടൽ നടത്താൻ പറ്റും. ശരിയാ. പിന്നെ ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞാൽ രോഗം ഭേദമായാലും ഇല്ലേലും അപ്പൂപ്പനെ ഡിസ്ചാർജ് ചെയ്തോണ്ട് ഞാൻ വീട്ടിൽ പോകും. എന്തിന്? ഒപ്പിടാൻ. ഒപ്പിലിടാനല്ലെന്ന്. രജിസ്റ്റർ ഓഫീസിൽ വസ്തുവൊക്കെ ഭാഗം ചെയ്യുന്ന സംഭവം സെറ്റപ്പ് ആയിരിക്കുമല്ലേ. അപ്പൂപ്പനെ കൊണ്ട് ഒപ്പിടിച്ചാൽ വസ്തുവൊക്കെ എന്റെ കയ്യിലിരിക്കും. ഭാഗം വെക്കുന്ന അവിടെ ആയിക്കട്ടെ. പോകുന്നതിന് മുമ്പ് എന്റെ പൈസ തന്നിട്ട് പോകണം. അത് തരാമെന്ന്. നിങ്ങൾ പറ്റം കൊണ്ട് എഴുതി വെച്ചോട്ടെ. എന്റെ പറ്റും പേര് രാജേഷ്, ബാക്കിയെല്ലാം കൊണ്ട് എഴുതി വന്നാ പോരെ. ഈ വസ്തുവൊക്കെ ഭാഗം ചെയ്യുമ്പോഴേ ബാക്കിയുള്ള അവകാശികൾ വന്ന വിഷയമാവത്തില്ല. ഭയങ്കര കൂട്ടുകുടുംബം അല്ലേ. ഞങ്ങളുടെ അപ്പൂപ്പൻ തന്നെ 3 കെട്ടിയതാ. എന്നിട്ട് മുറിയില്ലേ? 3 കല്യാണം കഴിച്ചാണ്. 3 കല്യാണം കഴിച്ചാണ്. ആദ്യത്തെ വക 4 പിള്ളേർ, രണ്ടാമത്തെ വക 3 പിള്ളേർ, മൂന്നാമത്തെ വക പിള്ളേരൊന്നും ഇല്ല. അഷി തീർന്നാന്ന് തോന്നുന്നു.
എന്തിന്റെ തെളിയുന്നില്ല, പേന തെളിയുന്നില്ല. എന്നായിടെ പേനാടെ. അപ്പൊ അങ്ങനെ അപ്പൂപ്പൻ ആദ്യം കെട്ടിയത് ഒരു ബോംബിനെയാ. സെക്സ് ബോംബ്. ആ, ബോംബല്ലെന്ത്? അതിനെക്കാട്ടി വലിയ ആറ്റം ബോംബ്. ആറ്റം ബോംബ്? ആ, ഞങ്ങളുടെ നാരായണി അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പൂപ്പൻ അങ്ങ് ശല്യമായിരുന്നു. അങ്ങനെ നാരായണി അമ്മൂമ്മ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ അമ്മൂമ്മ കമലാക്ഷിയെ കിട്ടിയത്. ഈ നാരായണി അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലിന് തീ പിടിപ്പിക്കുന്ന സൈസാണ്. അവരറിയാതാണ് ഞങ്ങൾ ഈ വസ്തുവൊക്കെ ഭാഗം വെച്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അവരെങ്ങാണോ അറിഞ്ഞ എന്റെ പൊന്നു ചേട്ടോ പിന്നെ ഒന്നും പറയണ്ട. അറിയില്ല കേട്ടോ. അയ്യോ ആ ബോംബ് ബോംബ് എവിടെ? 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 ആ ബോംബല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അപ്പൂപ്പൻ ആദ്യം കെട്ടിയ ബോംബ് നാരായണി അമ്മൂമ്മ. ഫോട്ടോ വരുന്ന അപ്പൂപ്പ കിടക്കുന്നറിഞ്ഞ് കാണാൻ വന്നതാ. എന്നെ ഇവിടെ കണ്ടാലേ ഭയങ്കര വിഷയം. ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുക. എങ്ങനെയല്ലോ അവരെ പറഞ്ഞു വിടണേ. നീ ഇവിടെ ഒളിച്ചിരിക്കും. നീ എനിക്ക് പൈസ ആണല്ലോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിടത്തില്ല. ഞാൻ പോടാ നിന്റെ പാട് നോക്കി. നിനക്കേ ഞാൻ ആരാണെന്ന് അറിയത്തില്ല. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം ആ ചെറുക്കൻ കിളി വാതിലിൽ നിൽക്കുവാ. എന്തോത്തിനാ മുട്ടയൊരു എടാ നടക്കത്തില്ലടാ കുഞ്ഞെ. ഈ നാരായണിയെ ഇത് ഐറ്റം വേറെയാ. എന്താ പറ്റി അമ്മൂമ്മേ? വൈറ്റ് ആട്ടിയോ? ആരാടാ നിന്റെ അമ്മൂമ്മ? എനിക്ക് അത്ര പ്രായം ഒന്നും ആയിട്ടില്ല. പിന്നെ മുടിയൊക്കെ വെളുത്തിരിക്കുന്നു. എടാ മക്കളെ ഇത് പ്രായത്തിന്റെ അല്ലടാ. ടെൻഷൻ കേറിയപ്പോ അങ്ങ് വെളുത്തു പോയതാ. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പുൽപ്പെട്ടിക്ക് എന്തോ ടെൻഷനാ, വെളുത്തൊക്കെ ഇരിക്കുക. എടാ മക്കളെ സുർജിത്തുണ്ടോടാ? സുർജിത്ത് ഇവിടെ അപ്പുറത്താ. സുർജിത്തെ നിങ്ങളുടെ വല്യമ്മ ഒന്ന് വിളിക്കുന്നു, പാടാ. എടാ അതല്ലടാ, ദാഹം മാറാനൊക്കെ നമ്മൾ കുടിക്കത്തില്ലയോ? അത് സുർജിത്തല്ല, സർബത്ത്. സർബത്തില്ല, ചായ വേണോ? ഓ ചായ ഒന്നും കുടിച്ച് ശീലമില്ലടാ. ഇതൊരു പരിപ്പോടോ തരം വായിലിട്ട് മറന്നിക്ക്. അയ്യോ കടി കിട്ടത്തില്ല. എടാ വായിലിട്ട് അലിഞ്ഞു പോകുന്ന എന്തേലും ഉണ്ടെങ്കിൽ താ. ഒരു ഐസ് കെട്ട് തരട്ടെ? കൊള്ളാമല്ലോ, ഭയങ്കര തമാശയല്ലയോ? അവരോട് പറ, അവര് ചിരിക്കട്ടെ. അയ്യടാ ഇത് ഞാൻ അവരോട് പോയി പറഞ്ഞിട്ട് അവര് ചിരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നാണം കെടാനോ? എന്തുവാടാ നിന്റെ പുറകിൽ ഒരു ശബ്ദം? അത് ഞാനല്ല. ഈ ലോകത്ത് ഈ ഒരു കാര്യം മാത്രം ആരും സമ്മതിച്ചേരും. അമ്മൂമ്മ ഡോക്ടറെ കാണാൻ വന്നാന്നോ? മക്കളെ 83 വയസ്സായി എനിക്ക്. ഇന്നേ വരെ ഒരു ഇംഗ്ലീഷ് മരുന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഈ അസുഖം വരുമ്പോ എന്ത് ചെയ്യുന്നത്? പച്ചിലയിലല്ലയോ പിടിച്ചു നിക്കുന്നേ? പച്ചിലപ്പുഴു നിൽക്കുന്നതാണ്. പച്ചില പുഴുവല്ല, പച്ചില മരുന്ന് അരച്ചങ്ങ് കുടിക്കും. പിന്നെ ഈ പറ്റാത്ത മേക്ക് ഓവറും പറ്റാത്ത ആറ്റിറ്റ്യൂഡും പിടിച്ചു ഉടൻ തന്നെ വന്ന് നിൽക്കുന്നത്. എടാ 55 വർഷം മുമ്പേ എന്നെ ഒരാള് കെട്ടിയതാ. ഇപ്പഴാണ് അഴിച്ചു വിട്ടത്. എടാ എന്റെ കൃഷ്ണേട്ടൻ എന്നെ കല്യാണം കഴിച്ച കാര്യമാ ഞാൻ പറഞ്ഞത്. എന്തൊരു സുന്ദരമായ ജീവിതമായിരുന്നു ഞങ്ങൾക്ക്. 4 മക്കളാ. കണ്ണടച്ചു കേട്ട റേഡിയോ നാടകം കേൾക്കുന്ന പോലാ. എനിക്കും ആ ഫീലാ. ഒരു സുപ്രഭാതത്തിൽ എന്നെയും തേച്ചിട്ട് ഒരു പോക്ക്. കുളിക്കാൻ പോയായിരിക്കും എണ്ണ തേച്ചിട്ട് പോയ. എണ്ണ തേച്ചിട്ട് പോയെന്നല്ല പറഞ്ഞത്, എന്നെ തേച്ചിട്ട് ഒരു പോക്ക്. എന്നിട്ട് കമലാക്ഷി എന്നും പറഞ്ഞ ഒരുത്തിയെ കല്യാണം കഴിച്ച് ആ വകയിൽ ഒരു കൊച്ചുമോൻ എന്റെ കൃഷ്ണേട്ടന്റെ തല തല്ലിപ്പൊളിച്ച് ആശുപത്രിയിൽ ഇട്ടേക്കുവാ വീതം വെക്കാൻ. തലയോ? തലയല്ലടാ, ഒത്തു വീതം വെക്കാൻ. ഈ നാരായണി ജീവിച്ചിരിക്കുന്നിടത്തോളം അത് സമ്മതിക്കത്തില്ല. ആര് പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ചത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ മക്കളെ ഇതൊന്നും പിടിച്ചു നിർത്തിക്കടാ. എടാ ഓസ് കോംപ്ലൈറ്റ് തിന്നാൻ വരുന്നേ. അപ്പൊ തലക്കടിച്ച് ഇവിടെ കൊണ്ടിട്ടാ നീടാ. ഇവര് വസ്തു അടിച്ചെടുക്കാൻ കൊണ്ട് കള്ളം പറയും ചേട്ടാ. ഞാൻ തലക്ക് അടിച്ചൊന്നുമല്ല. എടാ കള്ള, നീ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നല്ലയോ? എവിടെടാ കൃഷ്ണേട്ടൻ? കാണിച്ചതാടാ കൃഷ്ണേട്ടൻ, കാണിച്ചതാടാ കൃഷ്ണേട്ടൻ. അത് അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ കാണിച്ചു തരാം. എന്തോന്ന്? കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം അല്ല, എന്റെ കൃഷ്ണേട്ടൻ എവിടെടാ കിടക്കുന്നത്? ആ അപ്പൂപ്പൻ അവിടെ അകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റത്തില്ല. സന്ദർശകരെ അവിടെ അനുവദിക്കത്തില്ല. ആരാടാ ഇപ്പൊ അവിടെ ഉള്ളത്? അതെന്റെ കമലാക്ഷി അമ്മൂമ്മ കൂട്ടിരിക്കും. ഓറഞ്ചൊക്കെ തിന്നുണ്ട്. അവൾ അവിടെ ഉണ്ടെങ്കിൽ സന്ദർശകര് കൂടും, ഇല്ലെങ്കിൽ അവള് വിളിച്ചു കയറ്റും. അതാ സൈസ്. പണ്ടൊരു സന്ദർശനത്തിന് പോയതാ എന്റെ കൃഷ്ണേട്ടൻ, പിന്നെ അവള് വിട്ടിട്ടില്ല. ചുമ്മാ കള്ളത്തരം പറയുക. ഇവർ അപ്പൂപ്പനെ അടിക്കുമായിരുന്നു. അതിനാ അപ്പൂപ്പൻ ഓടിപ്പോയത്. അത് കള്ളു കുടിക്കുമ്പോഴല്ലേ ഉള്ളൂ. അപ്പൂപ്പനോ? അല്ല ഞാൻ. ഈ അമ്മൂമ്മ കള്ളു കുടിക്കുമായിരുന്നു. അയ്യോ കള്ളുകൂടി മാത്രമാണേ സഹിക്കാം. ഇവര് ബീഡി വലിക്കുന്നു. വീട് വലിക്കോ? പിന്നെ ചോപ്പറയിലോട്ട് നോക്കിയാൽ മതി. പെരുമ്പാവൂരെ തടിലോറി പോകുന്ന പോലെ അടിച്ചു വെച്ചാൽ. എടാ, നീ എന്തിനാ സോപ്പ് ഇട്ട് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്തുവാ? അപ്പൂപ്പന്റെ വസ്തുവകകൾ അടിച്ചു മാറ്റാൻ. അപ്പൂപ്പൻ അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൂപ്പൻ എനിക്ക് തരും. ആ റോഡ് സൈഡിൽ കിടക്കുന്നത് എനിക്ക് വേണം. ആ റോഡ് സൈഡിലെ കുപ്പിയും പാട്ടൊക്കെ നിങ്ങൾ പറയോ? എനിക്കെന്തിനാ? കുപ്പിയും പാട്ടയും അല്ല, റോഡ് സൈഡിൽ കിടക്കുന്ന വസ്തു എനിക്ക് വേണമെന്ന്. ഓയ്യോ ഈ തള്ള പറയുന്നു കേട്ടോ. ഇവർക്ക് ഇത്രയും പ്രായമില്ല കേട്ടോ. ഇവരൊക്കെ എന്തിനാ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന വസ്തു? റോഡിന്റെ സൈഡിൽ ഇരുന്ന് വണ്ടി പോകാൻ കാണാനായിരിക്കും. ആയിരിക്കും. എന്താ പറഞ്ഞാലും ഒരു വകയാൻ തരത്തില്ല. എടാ ഭാഗപത്രത്തിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇല്ല, ഭാഗപത്രത്തിൽ നിങ്ങളുടെ പേരില്ല. അയ്യോ ഇവൻ പറയുന്ന കേട്ടോ, അപ്പൂപ്പൻ ഭാഗപത്രത്തിൽ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നാളത്തെ ദിനപത്രത്തിൽ നിങ്ങളുടെ പേര് വരും, ഫോട്ടോ സഹിതം. നമ്മുടെ അപ്പൂപ്പൻ പോയടാ, നമ്മുടെ അപ്പൂപ്പൻ പോയടാ. അയ്യോ കൃഷ്ണേട്ടൻ എന്നെ ഇട്ടിട്ടങ്ങ് പോയടാ. ചേട്ടാ അമ്മ പറയുന്ന അപ്പൂപ്പൻ പോയി. അയ്യോ എന്റെ കൃഷ്ണേട്ടൻ പോയോ? കൃഷ്ണേട്ടാ. അപ്പുവേ ആംബുലൻസുമായിട്ട് നീ എവിടാടാ കിടക്കുന്നത്? നല്ലൊരു ഓട്ടം വന്നിട്ടുണ്ട്. എനിക്ക് 250 രൂപ കമ്മീഷൻ തന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് പോയി വേണം, പെട്ടെന്ന് വാ. പോയി
ആൾക്കാരെയൊക്കെ അറിയിക്കണ്ടായോ? ഇത് ആരും അറിയാതിരിക്കാനാ ഞാൻ നോക്കുന്നത്. അപ്പൂപ്പൻ മരിച്ചപ്പോ ആൾക്കാരെ അറിയിക്കണ്ടോടാ? അപ്പൂപ്പൻ മരിച്ചു പോയെന്ന്. പിന്നെ അപ്പൂപ്പൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് കിടന്ന് നല്ല വിളിച്ചതോ? അയ്യോ, അപ്പൂപ്പൻ മരിച്ചു പോയെന്നല്ല നില വിളിച്ചത്. പിന്നെ അപ്പൂപ്പൻ അപ്പുറത്തെ വാറി കിടന്ന ഏതോ ഒരു പെണ്ണുമ്പിള്ളെ അടിച്ചോട്ട് പോയെന്നാണ് പറഞ്ഞത്. ആ, അപ്പൊ ഇപ്പൊ പോയ വല്യമ്മ എന്ത് ചെയ്ത്? അപ്പൂപ്പൻ പുതിയ ട്രിപ്പ് പോയ വിഷമത്തിൽ രണ്ടുപേരും ഇവിടെ ട്രിപ്പ് ഇട്ട് കിടപ്പുണ്ട്. അപ്പൂവേ 250 രൂപ എനിക്ക് വേണ്ട, നീ ചമ്മിപ്പോയി. കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. എന്തോരം ചിരിച്ച് അല്ലേ പ്രചോദേട്ടാ? ഇത് ശരിക്കും നമ്മൾ ഇത് ഐറ്റം വേറെ എന്നാണ് പറയുന്നെങ്കിൽ പോലും ഇത് ഐറ്റം വേറെ ലെവലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാം, നമ്മുടെ ആശുപത്രി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അധികം വേദന തരുന്ന സ്ഥലങ്ങളാണ് അല്ലേ? ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് രോഗികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ ആശുപത്രി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ചിരിപ്പിച്ച ഒരു ടീമിനെ ഞാൻ ആദ്യമായിട്ട് കാണണം. അസാധ്യ പരിപാടിയാണ് സത്യം. തീർച്ചയായിട്ടും ഇതൊരു വൈറൽ സ്കിറ്റായിരിക്കും. അടിപൊളിയാണ്. താങ്ക് യു പ്രചോദേട്ടാ. നസീർക്ക, നല്ല രസമായിരുന്നു. നിങ്ങളുടെ കുറേ നാളത്തെ ക്ഷീണം നിങ്ങൾ ഈ സ്കിറ്റിൽ മാറ്റി. സൂര്യശ്രീ ഗംഭീരമായിരുന്നു കേട്ടോ. അടൂർ ഭവാനി അമ്മ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടി. ആ ക്യാരക്ടർ തുടക്കം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ആരാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറുന്നത്? ഒരിടത്ത് പോലും ഒന്ന് ഓവർലാപ്പ് ചെയ്യാനോ ക്ലാഷ് ഉണ്ടാകാനോ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഉള്ള കൗണ്ടറുകളെല്ലാം വ്യത്യസ്തമായ നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണല്ലോ, പുതുമയാണല്ലോ. പുതുമയുള്ള കൗണ്ടറുകളെ, പുതുമയുള്ള സബ്ജക്റ്റുകൾ വരുന്നതാണ് നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അത് നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ആർട്ടിസ്റ്റുകൾ അത് പെർഫോം ചെയ്ത് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. അത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സത്യമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. നന്നായിരിക്കട്ടെ. താങ്ക് യു നസീർക്ക. മിയ, ഇവര് കമന്റ് പറയുമ്പോഴും ഞാൻ ചിരിച്ചോണ്ടിരിക്കുക, എന്റെ ചിരി തീർന്നിട്ടില്ല. ആലോചിച്ച് ഓരോന്നായിട്ട് എനിക്ക് ഓർമ്മ വരുക. അയ്യോ, തുടക്കം മുതൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രെയിൻ അങ്ങ് വിട്ട പോലെ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് നോൺ സ്റ്റോപ്പ് ആയിട്ട് അങ്ങ് പോകുന്ന പോലെ. വന്ദേ ഭാരത്, അതെ, ഒരു വന്ദേ ഭാരത് വിട്ടടിച്ച് പോയോലുണ്ടായിരുന്നു. നിങ്ങള് നല്ല വൃത്തിയായിട്ട് ഒരു കൗണ്ടർ നമ്മൾ കേട്ട് അതിങ്ങനെ ചിരിച്ചു വരുമ്പോഴും ഉടനെ അടുത്തത് വന്നു. അപ്പൊ പിന്നെ നമ്മൾ അടുത്തേക്കുള്ള ചിരി കയറും. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോമഡി വന്ന് നിങ്ങൾ 3 പേരും ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണല്ലോ ഈ പ്രോഗ്രാമിന്. ഞാനിവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു, പേടിച്ചിരിക്കുകയായിരുന്നു. കാര്യം മിയ സന്തോഷം കൂടുമ്പോഴേ ഈ അടി ഞാൻ ഈ കൈ ഇടയ്ക്കിടയ്ക്ക് ഞാനതിങ്ങനെ ബാധിച്ച് എനിക്ക് സന്തോഷം ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും എക്സലന്റ്, ഒന്നും പറയാനില്ല, എക്സലന്റ്. അപ്പൊ ഇത്രയും നല്ല കമന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് മാർക്ക് അതിനനുസരിച്ച് കിട്ടിയ നല്ലതായിരിക്കും അല്ലേ? മിയ, എത്ര മാർക്ക്? നല്ല മാർക്ക് തരണം. എന്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ വയറ് വേദനിക്കുന്ന പോലെ ഞാൻ ചിരിച്ചു. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കുന്നില്ല. ഫുൾ എടുത്തോ 10. 10 കൂടുതലൊക്കെ ആൾക്കാർ തരാറുണ്ടായിരുന്നല്ലേ? ഫുൾ എടുത്തോ 10. കേട്ടോ, എനിക്കിത് ഫുള്ള് തരണമെന്നുണ്ട്. പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് മാർക്ക് അവസാനം ഞാനേ പറയുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 30 മാർക്ക് തന്നു. അപ്പൊ ടോട്ടൽ 40. വേണ്ട, ഫുൾ എന്ന് പറയുമ്പോ അത്രയെങ്കിലും കൊടുക്കണം. ഞാൻ കണക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ എന്റെ കയ്യിലുള്ള ഫുള്ള് തന്നു 10. ഓക്കെ നസീർക്ക, അപ്പൊ ടോട്ടൽ ചേർത്തിട്ട് നമ്മൾ അവിടെ കൊടുക്കും. ബാക്കി എന്റെ സന്തോഷം ഞാൻ അവിടെ അറിയിക്കുന്നു. ഇപ്പൊ നമുക്ക് 40 മാർക്കുണ്ട്. ടോട്ടൽ എത്ര നോക്കാം. സിൽവർ പഞ്ച് 75,000 രൂപ സിൽവർ പഞ്ച്. അത്രയും അടിപൊളി സ്കിറ്റുകൾക്കും അത്രയും കിടിലൻ കോണ്ടന്റുമാണ് ഇവിടെ നമ്മൾ സിൽവർ പഞ്ചും ഗോൾഡ് പഞ്ചും ഒക്കെ കൊടുക്കുന്നത്. ഉഗ്രൻ, കൺഗ്രാറ്റ്സ്. ഇതെന്തുവാണ് ഇതൊക്കെ ആയിട്ട്? ഫ്ലോർ പൊളിക്കാൻ പോകണോ? ഫ്ലോർ പൊളിക്കാനല്ല, തുടക്കം തന്നെ പൊളിക്കാനുള്ള പരിപാടിയല്ലേ? വഴിക്ക് പോകാൻ ഇറങ്ങിയപ്പോ നിങ്ങളെ കൂടെ വിളിക്കാന്ന് വിചാരിച്ചു വന്നാ. ഞാൻ ഇങ്ങനെയൊക്കെയാണോ പോകുന്നത്? ഹൗസ് വാമിങ്ങിന് പോകുന്നു. എങ്ങനെ? ഒരു പാല് കച്ചലിന് പോകുന്നു. അവിടെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണോ ഇത്? പിന്നല്ലാതെ ഞാൻ പിക്കാസിന് പോകുന്നോണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. പിക്കാസാണ് കൊടുക്കുന്നത് അവിടെ. നമ്മൾ സാധാരണ എന്താ ഒരു വീട്ടിൽ പോകുമ്പോൾ കൊടുക്കുന്നത്? ഇവരോട് ചോദിച്ചാൽ കപ്പ്, സോസർ, ക്ലോക്ക് ഇതൊക്കെ ആയിരിക്കും. അതാണെങ്കിൽ ഒരു വീട്ടിൽ 7 ക്ലോക്ക് ഒക്കെ കിട്ടും. നീ കൊടുക്കും, ഞങ്ങൾ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നിങ്ങളത് കൊടുക്കും, ഞാനത് കൊടുത്തോളാം. നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പേയ്മെന്റ് അനുസരിച്ചുള്ള കാശ് കൊടുക്കുന്നു. ഞാൻ എന്റെ പേയ്മെന്റ് അനുസരിച്ചുള്ള കാശ് കൊടുക്കും. അവൻ ഗൾഫിലാ, അപ്പം ഗൾഫുകാരൻ പിക്കാസാണോ വേണ്ടത്? അല്ല മിയ, ഇതിപ്പോ സംഭവം അതല്ല. ഈ അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിത്രത്തിന് വില കിട്ടിയ പിക്കാസോടെ ചിത്രത്തിനാണല്ലോ. 800 കോടി കണ്ട് കിട്ടിയല്ലോ. അപ്പൊ നീ അത് വെച്ചിട്ടാണോ പുള്ളി? അത് പിക്കാസോ, ഇത് വെറും പിക്കാസ്.
ഓ പിക്കാസ്. അതാ ഞാൻ ചോദിച്ചാ, എന്നാലും ഇത് കൊടുക്കേണ്ട കാര്യം എന്താണ്? ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളെ ഒരു വീട്ടിലെ ഒരു ഹൗസ് വാമിനെ വിളിച്ചാൽ നിങ്ങൾ പിക്കാസ് ആണോ കൊണ്ട് കൊടുക്കുന്നതൊക്കെ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പോകാൻ പോകുന്ന വീടിന് ഇത് വളരെ അനിവാര്യമാണ്. ആ വീടിന്റെ ഓണർക്ക് ഗൾഫിൽ എണ്ണപ്പാടം കുടിക്കുന്ന പണിയായിരിക്കും. അത് അതായിരിക്കും. ഇപ്പൊ പറഞ്ഞ 2 കോമഡി ഇല്ലേ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കളയരുത്. ആവശ്യമുള്ള എവിടെയെങ്കിലും ഞാൻ കീച്ചിക്കോളാം. ആയിക്കോട്ടെ. നിങ്ങൾ വരുന്നോ ഇല്ലയോ? ഞങ്ങൾ എന്തായാലും വരുന്നില്ല. നീ ഇത് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഈ ഉപകരണം കൊണ്ട് ആ വീട്ടിൽ എന്താ ഗുണമെന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ. വീട്ടിലെ ആൾക്കാരെല്ലാം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ വിളിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞാൽ മതി. അത് മതി. വീട്ടിലെ ആൾക്കാരുടെ പേര് വല്ലതും അറിയാവോ? ഇല്ല. സുധീഷ്, നിമിഷ, ചിത്തൻ. മറക്കരുത്. എവിടെ കേട്ടിട്ടുണ്ടല്ലോ പേര്? അറിയാവുന്ന ആൾക്കാരാ. ഈ ഉഗ്ര ഫാമിലി ആണല്ലോ. നല്ല ഫാമിലി. നല്ല ഫാമിലി ആണല്ലോ. നിർത്താം, പറഞ്ഞ് കേറ്റുവാ. ആ എന്നാലും നീ ഇന്നലെ എന്റെ വീട്ടിലെ പാല് കാച്ചലിന് വന്നില്ലല്ലോ. ആളുകൾ ഉണ്ടായിരുന്നോ? എന്റെ പൊന്നു, ഈ പഞ്ചായത്ത് മുഴുവൻ ഇവിടെയായിരുന്നു. നിനക്കറിയാലോ, ഈ പഞ്ചായത്തിൽ ഏറ്റവും വലിയ വീട് ഇപ്പൊ എന്റേതാന്ന്. 1-2 ലക്ഷം രൂപയല്ല, 50 lakhs. ഞാനൊന്നും നോക്കിയില്ല. പിന്നെ നീ ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് കള്ളത്തനങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. ഞാൻ എവിടുന്ന് കൈ നിട്ട് കളിച്ചോ അവിടെ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോകും. ഹലോ, ആരാന്ന്? സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ചെയ്തല്ലോ. അതുമായിട്ട് വന്ന ആളാ ഞാൻ. ആണോ? ഊണോ? പോലീസുകാരത്ത് വളച്ചിൽ കാണിക്കല്ലേ. സോറി സാർ. ഓ, മയക്കാൻ. സാർ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നാണ്. അയ്യോ, സാർ എന്താ ഇവിടെ കാണാതെ പോയത്? അയ്യോ, എന്റെ ഒന്നും കാണാതെ പോയില്ല. ഇങ്ങോട്ട് വാ കൊച്ചേ. ഐജിയുടെ പടക്കം കാണുന്നില്ലെന്ന്. അയ്യോ, ഐജിയുടെ പടക്കോ? പടക്കമല്ല, ഇങ്ങനെ കഴുത്തെ കെട്ടിയിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. താലിമാല. അയ്യോ, ഐജി പെണ്ണാണോ അതിന്? പിന്നെന്താ? മറ്റേ ഈ ബഹുമതി ഇങ്ങനെ കൊടുക്കുമ്പോ ഒരു സംഭവം. പതക്കം. ആ, പതക്കം. അത് കാണാനില്ലെന്ന്. ആണോ? എന്റെ കൊച്ചെ ഈ ഐജിക്ക് നേരിട്ട് കൊണ്ടു കൊടുത്ത രാഷ്ട്രപതി വീട്ടില് ഈ പപ്പടം. പപ്പടോ? അല്ല, മറ്റേ സാധനം. പതക്കം. ആ, പതക്കം. അല്ല എന്റെ പൊന്നു സാറേ, ഈ ഐജും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് കാക്കാരവന്തിനെ അറിയാവാ? എന്റെ അമ്മോ, കാക്കാരവിന്ദിനെ അറിയാന്നോ? ഈ നാട്ടിലെ ഭൂലോക കള്ളനാണ് അവൻ. അവനെതിരെ ഒരു കേസിനെ സാക്ഷി വരെ പറഞ്ഞിട്ടുണ്ട്. ആ, സാക്ഷി പറഞ്ഞാൽ നിനക്ക് മറുപണിയായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് പണിയോ? നിനക്ക് പണിയായിട്ട് വരുന്നുണ്ട്. അവൻ പറഞ്ഞു അവൻ അടിച്ചു മാറ്റിയ പതക്കം നിന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് അവൻ പറഞ്ഞു. അയ്യോ, ഈ വീട്ടിലോ? ഈ വീട്ടിൽ കൊണ്ടിട്ടത്. ഞാൻ ഇന്ന് രാവിലെ അടിച്ചു പെറുക്കി നോക്കിയൊന്നും കണ്ടിട്ടില്ലല്ലോ. അല്ല സാറേ, ഒരു സംശയം. ഈ ഐജിയുടെ പതക്കല്ലേ, അതെങ്ങനെ ഇരിക്കും? ഈ ഐജിയുടെ പതക്കം ഇങ്ങനെ ഇരിക്കും. ചുമ്മാ കളിയാക്കാതെ സാറേ. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കറിയാം ഐജിയുടെ പതക്കം എങ്ങനെ ഇരിക്കുകയാണെന്ന്. ഡിപ്പാർട്ട്മെന്റിൽ ചിലവരൊക്കെ പറയുന്നു ഐജിയുടെ പതക്കം ചെറുതാണെന്ന്, ചിലവര് പറയുന്നു വലുതാണെന്ന്. സാറേ, ഒരു കാര്യം ഉറപ്പിച്ചു പറ. ഇത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഒരുത്തന്റെ അവിടെ പുറത്തേക്ക് പോണ്ട്. സാറേ, അവനെങ്കിലും കയറ്റിവിട്ടെ സാറേ. നിനക്ക് ഭ്രാന്താണടാ. എന്തോ സാറേ നീ ഇങ്ങനെയൊക്കെ വരുന്നത്? അതെന്താന്ന് പറഞ്ഞോ സാറേ, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാക്ക എന്നെ വളഞ്ഞിട്ടങ്ങ് കൊത്തുവാ. കൊച്ചിയിൽ എനിക്ക് മുടിയില്ലായിരുന്നു. കൊച്ചിയിൽ ഉള്ളവര് പിന്നെ മുടിക്ക് വരും ബർഗറാണോ തല വെച്ചോണ്ട്? അതല്ല, കുഞ്ഞിനാളി എനിക്ക് മുടിയില്ലായിരുന്നു. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു പഴഞ്ഞെവിടെ തലേ വെച്ച് ഞാൻ മുടി കളിക്കുമെന്ന്. ആണ്ട പുട്ടുവിനാളെ പഴം മൊത്തം തലേഞ്ഞ എവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ പഴഞ്ഞെവിടെ വെച്ചിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോ കാക്ക അങ്ങ് ഓടിക്കോ. സാറ് നോക്കിയാണ് എന്നെ ഒരു പഴമ മണക്കുന്നത്. സാർ, ഒരു കാര്യം, ഈ കള്ളൻ ഇവിടെ പുറത്താക്കണം. എനിക്ക് ഇഷ്ടം എന്റെ വീട്ടിൽ കയറുന്നു. നോക്ക് സാറേ, കള്ളാന്ന് വിളിക്കുന്നു സാറേ. സാറേ, ഒരു മിനിറ്റ്. അതല്ല, നാക്കട്ടല്ല. നീ കട്ട് നടക്കുന്നതിനെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ബാക്കി ഡീറ്റെയിൽസ് പറയണം. നല്ല തള്ളലുണ്ട്, കസേരയിൽ നിരന്തരം ഇരുന്ന് കഴിഞ്ഞാൽ നിരപ്പാവും. എന്തുവാ സാറിന്റെ ബാക്കിലത്തെ ഡീറ്റെയിൽസ് അല്ലേ? എന്റെ ബാക്കിന്റെ ഡീറ്റെയിൽ ആണോടാ? ആ, പിന്നെന്താ? ഈ കേസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ പറയാൻ ഞാൻ പറഞ്ഞ ഈ സാധനം അവിടെ ഇട്ടിട്ടുണ്ട് സാറേ. പടക്കം ചുമ്മാ പറയൂ സാറേ. അകത്തുണ്ടോ? അകത്തോണ്ട് പോയി നോക്ക്. നീ മിണ്ടരുത്. പോയി നോക്ക് സാറേ. അകത്തില്ല സാറേ. കാലമാടാ, സത്യം പറയടാ, നീ ഇവിടെ കൊണ്ടിട്ടുണ്ടോ നിന്റെ പതക്കം? സത്യം പറഞ്ഞാ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, കള്ളം പറഞ്ഞതാ. പകലിറങ്ങിയ എന്നെ കാക്ക കൊത്തൂന്ന് പേടിച്ച് രാത്രി അമ്പലത്തിന്റെ അവിടെ മാങ്ങ പറക്കാൻ പോയി എന്നെ എവളും അവിടെ കെട്ടിയവനും കൂടി കള്ളനാക്കി, അതും വിഗ്രഹ കള്ളൻ. അന്ന് തുടങ്ങിയത് എനിക്ക് കുടുംബത്തോടുള്ള വൈരാഗ്യം. ഈ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കും. എന്താടാ എന്തോ സാറേ? എടാ, ഇവള് ഭയങ്കര ദൂർത്താടെ ഈ വീട്ടിൽ കളിച്ചിരിക്കുന്നത്. എടാ, ഞാൻ പല റൂമും തുറന്നു എന്ന് നോക്കിയപ്പോഴത്തേന് ഒരു റൂം ഭയങ്കര ഡെക്കറേഷൻ, 2 കസേര ഇട്ടിരിക്കുന്നു. അയ്യോ സാർ, 2 കസേര
അതല്ല, ഒരു ബാത്റൂമിൽ 2 യൂറോപ്യൻ ക്ലോസറ്റ് പിന്നെ ഡെക്കറേഷനും. അതെന്തിനാണ് ഈ ഒരു കക്കുത്തിൽ 2 യൂറോപ്യൻ ക്ലോസറ്റ്? മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. സാറേ ഇത് പെരും കളനാ. ഇവർ എന്റെ വീട്ടിൽ നിർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞയക്കും. സാറേ വീണ്ടും വീണ്ടും കള്ളാന്ന് വിളിക്കും. സത്യം പറയാ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് കൂട്ടുകാരി പറഞ്ഞ് കൊച്ചിയിൽ പോയാ സിനിമ നടനാവും എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിയിൽ ചെന്ന്. എന്നിട്ട് സിനിമാടനായാ? ഇല്ല, കൊതുകടി കണ്ട് 1 മാസമല്ലേ ചിക്കൻ കുനിയ പിടിച്ച് കിടന്നത്. എന്റെ ദൈവമേ, പകലിറങ്ങിയ കാക്കോത്തും രാത്രി കൊതുകുത്തും ജന്മമാണ് അതിന്റെ. അതുകൊണ്ടേ അമ്മ കുറെ നാള് വലകെട്ടി എന്നെ വളർത്തിയത്. വലകെട്ടി വളർത്താൻ നീ എന്താടാ റംബൂട്ടാനാ? ആയ് റംബൂട്ടാൻ കോമഡി. സാറേ ആ പതക്കം ഞാൻ ഇവിടെയാണ് കുടിച്ചത്. അല്ല സാറേ, ഇത് കള പറയാ. അയ്യോ കാലമാടാ എന്റെ കയ്യിലൊക്കെ. സാറേ കേറി പിടിക്ക് സാറേ അവരെ. അയ്യോ അല്ല, ജോലി സ്ഥലത്ത് കേറി പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്താൻ. അയ്യോ എന്റെ ടൈല് പോയേ. സാറേ സാറൊന്ന് വാ. സാറുടെ ബന്ധം വെച്ചിട്ടേ സാറേ അതാ കേസ് എങ്ങനെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്ക പ്ലീസ്. പ്ലീസ് സാറേ. ബന്ധം വെച്ചിട്ട്. ഹലോ, ഐ ജി ആണോ? ഇവിടെ വന്നൊരു പോലീസ് ഇറങ്ങാ പെണ്ണോട് സംസാരിക്കും. പെണ്ണോട് പഞ്ചാര അടിക്കും സാറേ. സാര കാര്യത്തിൽ ഞാൻ പറയും പഞ്ചാര അടിക്കുന്നു സാറേ. ഫോൺ ഓഫ് ചെയ്യടാ സാറേ. പഞ്ചാര അടിക്കും. ഫോൺ ഓഫ് ചെയ്തേ. ഫോൺ എന്താടാ? ഫോണില്ലാതെ ശരി, നീ ഫോണില്ലാതെ പറ്റിക്കാൻ നോക്കുന്ന. ഒന്നാമത് ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് നിൽക്കുക. നീ എല്ലാം കൂടെ രണ്ടാമത്തെ സസ്പെൻഷൻ എനിക്ക് മേടിച്ചു തരുവാ. സാറേ സാറിന് മുന്നേ സസ്പെൻഷൻ കിട്ടിക്കുന്നോ? പിന്നെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു ജീപ്പ് കൊണ്ടുവന്നായിരുന്നു. അതിന് എയർ ബാഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ജീപ്പ് എടുത്തോണ്ട് ഓടിച്ചൊരു ബാർബർ ഷോപ്പിൽ കൊണ്ടുവന്ന് ഒറ്റ ഇടിച്ച് കയറ്റി. എന്നിട്ട് എയർ ബാഗ് കിട്ടിയോ? എയർ ബാഗ് കിട്ടിയില്ല. ഒരു 3 മാസത്തേക്ക് ഒരു യൂറിൻ ബാഗ് കിട്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. സാറിനെങ്കിൽ പോയിട്ട് ആ വണ്ടി എടുത്തോണ്ട് വന്നൂടെ ബാർബർ ഷോപ്പിൽ പോയി? അത് നടക്കത്തില്ല. ഇപ്പൊ അവൻ ആ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇരുത്തിയ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ഇത് ആൾക്കാർ മുടി വെട്ടി തീർന്നോന്ന് എങ്ങനെ അറിയും? അവൻ ബീക്കൺ ലൈറ്റ് ഇടും. ഭയങ്കര സെറ്റപ്പ് തന്നെ. പിന്നെ അല്ല. അയ്യോ സാറേ, അവ കുത്തി പൊളിക്കുന്നത് അവിടെ നിർത്തടാ. സാർ ഒരു കാര്യം മനസ്സിലാക്കാം. ഈവൻ ഈ ടൈല് മൊത്തം കുത്തി പൊളിച്ചോട്ടെ, ഹോളല്ലേ. പക്ഷേ എന്റെ ബെഡ്റൂം ഉണ്ടല്ലോ, അവിടുത്തെ ടൈൽ അവൻ തൊടാൻ സമ്മതിക്കരുത്. അതിനെ ബെഡ്റൂം തൊട്ടാ? രാജസ്ഥാൻ നേരിട്ട് ഇറക്കുമതി ചെയ്തതാ. സാറേ എനിക്ക് മനസ്സിലായി. പതക്കം എവിടെ വെച്ചേക്കണത്? എവിടെയാ? രാജസ്ഥാനി. അതെങ്ങനെ മനസ്സിലായടാ? ഇപ്പൊ പറഞ്ഞ രാജസ്ഥാൻ എന്ന്. ഇവിടെ ബെഡല്ലേ അവള് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ടൈലാന്ന് അവള് പറഞ്ഞത്. ആണ് എവിടെ? ബെഡ്റൂമിലാ? ബെഡ്റൂമില്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പതക്കം ഇരിക്കണത് ബെഡ്റൂമില്. വല്ല കാര്യമുണ്ടോ പറയാനായിട്ട്? മോയമ്മച്ചോട്ട് മിണ്ടാതിരി നീ കൊറേ പ്രാവശ്യം പറഞ്ഞ. സാറേ ഒന്നില്ലെങ്കിൽ സാർ ഒരു ഭർത്താവല്ലേ, ഇത്രയും മൂല്യമുള്ളൊരു യൂണിഫോം ഒരാളല്ലേ. അതെ സാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ കേസ് പ്ലീസ്. എന്റെ വീടാ നശിക്കുന്നത്. എന്റെ കൊച്ചിന് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെ, എനിക്ക് ഈ ജോലി എങ്ങനെ കിട്ടിയെന്ന് വല്ല അറിയാവാ? ഇല്ല. ഈ ജോലി എന്റെ അച്ഛൻ പോലീസായിരുന്നപ്പോഴത്തേന് അടിച്ചു പൊളിച്ച് കിട്ടിയ ജോലിയാ. പിന്നെ അച്ഛൻ അടിച്ചു പൊളിച്ചായിരുന്നു കിട്ടിയ ജോലിയാ. അന്ന് അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ആരാണ്ട് പട്ടിൽ പൊതിഞ്ഞ് MDMA കടത്തുന്നു. അപ്പൊ അച്ഛൻ വളയേറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ പട്ടി പൊതിഞ്ഞ് കൊണ്ടുവരുന്നടാ. അവൻ ബാധ ഒഴിപ്പിക്കാൻ വർക്കലേ പോയവനായിരുന്നു. ആ കുടത്തിയിട്ട് അച്ഛൻ ഒരൊറ്റ അടി. അച്ഛൻ ഇപ്പൊ തെന്മല കാട്ടി കൂടെ വെള്ള സാരി കൊടുത്ത് 12 മണിക്ക് ഈ ബെഡ്റൂം മൊത്തം കുത്തി പൊളിച്ച് ഞാൻ ഇനി എനിക്ക് വന്ന മേളത്തെ ബെഡ്റൂമിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ ബെഡ്റൂമിൽ ടൈൽ കുത്തി പൊളിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ ഏറ്റവും പണം ചെലവാക്കി നിർമ്മിച്ച എന്താണെന്നറിയോ? എന്തുവാ? ഈ വീടിന്റെ ചുമര്. ചുമരാണോ? പ്രത്യേകിച്ച് ഞങ്ങൾ ബെഡ്റൂമിന്റെ ചുമര്. ഓർമ്മ കിട്ടി. ഞാൻ അന്ന് പതക്കം വെച്ചത് ആ ഭിത്തിയിലാണെന്ന് തോന്നുന്നു. ഈ ഭിത്തി ഞാൻ വെട്ടിപ്പൊളിക്കാൻ. വല്ല കാര്യം ഉണ്ടായിരുന്ന വായിപ്പിച്ചോണ്ട് ഇപ്പൊ ഭിത്തിയും പൊളിച്ചപ്പോ തീർന്നില്ലേ? ഒരാൾ പതക്കം എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയായിരുന്നു. പുള്ളിയെ കണ്ടോ? ഞാനാ. അരവിന്ദ. അര മാത്രമല്ല, മൊത്തത്തിൽ വെന്ത. വീണ്ടും എനിക്കിട്ട് പണിഞ്ഞല്ലേടി. പണി തരുമടാ. സാറേ ഇവനെ പിടിച്ച് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട്. സാറേ എന്നെ കൊണ്ടുപോവല്ലേ സാറേ. പുറത്തു പോയാ കാക്ക വളഞ്ഞിട്ട് കൊത്തും. അപ്പൊ പതക്കമല്ല ഇപ്പൊ വേണ്ട, അടക്കം. ആരുടെ? എന്നെ ആരെങ്കിലും ഒന്ന് ഇവിടെ വെട്ടി മൂടുവോ? അടിപൊളിയായിരുന്നു. ഈ ബാക്കി വിശദമായിട്ട് അവിടെ നമുക്ക് തുടങ്ങാം. മിയ തുടങ്ങാം. മിയ. ഞാൻ കൊറേ ചിരിച്ചു.
രസമുണ്ടായിരുന്നു ഈ ഒരു ഐഡിയ. ഒരു പുതിയ വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് തകരുന്ന രീതിയിൽ ഇങ്ങനെ കള്ളം വരുന്നു, പിന്നെ പോലീസ് വരുന്നു, അതിന്റെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഡീൽ ചെയ്യാനുള്ള ശ്രമിക്കലും കാര്യങ്ങളും ഒക്കെ രസമുണ്ടായിരുന്നു. കുറെ ചിരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ടായിരുന്നു, അതിന് കുറെ വിറ്റൊക്കെ കുറെ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു. ജീവ, നമ്മൾ ഇരിക്കുമ്പോഴേ ഈ ശരിക്കും ഒരു പതക്കം അന്വേഷിച്ച് വന്നതാണ്. പക്ഷെ പടക്കം സ്കിറ്റ് എന്ന് പറയാം, അത്ര കൗണ്ടറുകളായിരുന്നുള്ളതാണ്. നിങ്ങളുടെ ഈ സ്കിറ്റും അസാധ്യമായൊരു സ്കിറ്റായിരുന്നു. കാരണം ഈ നമ്മൾ പൊട്ടിച്ചിരിക്കുക എന്ന് പറയും ഓരോ കാരണങ്ങൾക്ക്. അത് നമ്മളല്ല സാക്ഷി, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അത്രയും കൈയടിക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഒരു നിലവാരത്തിൻ്റെ ഏറ്റവും അധികം ഗുണമെന്ന് പറയാം. ക്ലൈമാക്സ്, ഉഗ്രം ക്ലൈമാക്സ് വരുന്നത് അടിപൊളി. താങ്ക് യു ചേട്ടാ. നല്ലതായിരുന്നു, നല്ല കോണ്ടൻ്റൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നിയത് മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. നിങ്ങൾക്ക് എവിടെയൊക്കെയോ കൺഫ്യൂഷൻ, നല്ല നല്ല കൗണ്ടറുകളൊക്കെ ആ കൺഫ്യൂഷനിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ചിത്തൻ്റെയും പോയിട്ടുണ്ട്, നിമിഷയുടെയും പോയിട്ടുണ്ട്. സുധീഷിൻ്റെ വലുതായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കുറേ സ്ഥലങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ആ പോയി കുഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തോ ഒരു പഞ്ച് കുറവ് പോലെ ഫീൽ ചെയ്തു. പക്ഷെ നല്ല ഒരു ഐറ്റമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു വീട്ടിൽ നിസ്സാരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് അത് കുത്തിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. സംഭവം നല്ലതാണ്. ഈ പറഞ്ഞ ചില പോരായ്മകളുണ്ട്. സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് നന്നാക്കണം. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കയ്യോടെ മാർക്കിങ് വാങ്ങിക്കാം. ആദ്യം മിയയുടെ അടുത്ത് തുടങ്ങാം. എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ഒരു മാർക്കിന് 1000 രൂപ വെച്ച്. എന്നാ പ്രചോദന്റെ ആവാനെ ഒത്തിരി കാലമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കൊടുക്ക്, കയ്യിന്ന് മനസ്സറിഞ്ഞങ്ങോട്ട് കൊടുക്ക്. മനസ്സറിഞ്ഞ് ഞാൻ കൊടുക്കാം. ഒരു മാർക്കിന് 1000 രൂപ. ഒരു മാർക്കിന് 1000 രൂപ. അപ്പൊ എത്ര മാർക്ക് കൊടുക്കുന്നു? അപ്പോൾ എനിക്ക് ഈ 1 to 10 നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 7 ആണ്. അപ്പോൾ 7. 7000 രൂപ. ഓക്കെ, 7000. രണ്ടാമത് ഞാൻ തന്നെ തരാം. ഞാൻ ഒരു 1000 രൂപയും കൂടെ കുറച്ച് 6000 രൂപ കൊടുക്കുക. അപ്പൊ ടോട്ടൽ 13 മാർക്ക് എന്ന് പറയുമ്പോൾ 13000 രൂപ. ഇപ്രാവശ്യം സേഫ് ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് പറയണ്ട, നേരെ മാർക്ക് അങ്ങോട്ടേക്ക് അയച്ചാൽ മതി. അയച്ചോ? ഓക്കെ, മനസ്സറിഞ്ഞ് ഞാൻ എന്റെ കൂടെ ചേർത്ത് ശപിക്കില്ല. 30000 രൂപ നല്ല എമൗണ്ട് ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം നേരത്തെ മറ്റേ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് അടുത്ത വർഷം സെറ്റ് ആക്കും. ഓക്കെ.